സനാതനധർമ്മവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസംഗത്തിനെതിരെ ബി.ജെ.പി. ദേശീയ നേതൃത്വം. മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടെന്ന് ബി.ജെ.പി. ദേശീയ വക്താവ് ഷെഹസാദ് പുനേവാല ആരോപിച്ചു. ഹിന്ദു വിശ്വാസത്തെയും സനാതനധർമ്മത്തെയും അവഹേളിക്കുന്നുവെന്നും മറ്റു മതങ്ങളെക്കുറിച്ച് പറയാൻ ധൈര്യമുണ്ടോ എന്നും ഷെഹസാദ് പുനേവാലയെ ചോദിക്കുന്നു. Today, the new year has started, but the mindset is the same old. That Sanatan ka karo apman, this is our only pehchan. Give Sanatan and Hindu gali and take vote bank ki tali. The statement made by the Chief Minister of Kerala is part of the long series of statements which have been made. They have made reference to it recently in Wayanad election, that how Jamaat-e-Islami has allied with Congress to get back that extremist vote bank. They are making all these kinds of abusive insults at Hindu Astha and Sanatan. Will they have the courage to say this about any other faith? They don't. But unfortunately, they call this Mohabbat ki dukaan. നിതിൻ അബൂജന് വിവരണമായി. നിതിൻ, ഷഹസാദ് പുനേവാല ഒട്ടുമിക്ക എല്ലാ വിഷയങ്ങളും പ്രതികരിക്കുന്ന ആളാണ്, എല്ലാ സംസ്ഥാനങ്ങളിലും സ്പോക്സ് പേഴ്സണാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം എന്ന നിലയ്ക്കാണോ അതിനെ കാണേണ്ടത്, അതോ ബി.ജെ.പി. രാഷ്ട്രീയമായി കേന്ദ്രതലത്തിൽ തന്നെ മുഖ്യമന്ത്രിയുടെ ആ വാക്കുകളെ എടുക്കുന്നുണ്ടോ? ഹാഷ്മി, നമുക്കറിയാം നേരത്തെയും സനാതനധർമ്മം ബന്ധപ്പെട്ട് അത് ഉദയനിധി സ്റ്റാലിന്റെ വിവാദം ബി.ജെ.പി. ദേശീയ തലത്തിൽ തന്നെ വലിയ ചർച്ചയാക്കിയിരുന്നു. സമാനമായ നിലയിൽ തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവനയും ദേശീയ തലത്തിൽ ചർച്ചയാക്കാൻ ബി.ജെ.പി. ശ്രമിക്കുന്നത്. നമുക്കറിയാം ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഭാഗമായുള്ള സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സനാതന ധർമ്മത്തെക്കുറിച്ചും ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചും സംസാരിച്ചത്. അതിൽ വ്യക്തമാക്കി എങ്ങനെയാണ് മനുഷ്യത്വത്തിന്റെ വിശ്വദർശനമാണ് ഗുരു ഉയർത്തിപ്പിടിച്ചത്. സാമൂഹ്യ പരിഷ്കർത്താവായ ഗുരുവിനെ മതനേതാവാക്കാൻ നടത്തുന്ന ശ്രമങ്ങളെ തിരിച്ചറിയണം. സനാതന ധർമ്മത്തിലൂടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ബ്രാഹ്മണാധിപത്യത്തിന്റെ രാജവാഴ്ചയാണെന്ന ഒരു പ്രസംഗമാണ് നടത്തിയത്. ഇതിനെതിരെയാണ് പിന്നീട് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ രംഗത്ത് കൊണ്ടിരുന്നു. പ്രത്യേകിച്ചും ഹിന്ദു വിശ്വാസത്തെയും സനാതനധർമ്മത്തെയും അവഹേളിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചെന്ന വിമർശനമാണ് വെച്ചത്. സമാനമായി തന്നെയാണ് ഇപ്പോൾ ഷെഹസാദ് പൂനിയവാല ഈ വിഷയം ദേശീയ തലത്തിൽ തന്നെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഇടതു പാർട്ടികളുടെ വോട്ട് ബാങ്കിലേക്ക് കോൺഗ്രസ് മറികടന്ന് ഇപ്പോൾ തിരിച്ചുപിടിക്കാനാണ് ഇപ്പോൾ ഇത്തരമൊരു പ്രസ്താവന മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്നത്. എന്തായാലും ഹിന്ദു മതത്തെ അവഹേളിക്കുന്ന മുഖ്യമന്ത്രി മറ്റു മതങ്ങളെ കുറിച്ച് പറയാൻ ധൈര്യപ്പെടുമോ എന്ന ചോദ്യമാണ് ഉയർന്നത്. എന്തായാലും മുഖ്യമന്ത്രിയുടെ പ്രസ്താവന അത് വലിയ തരത്തിൽ തന്നെ ചർച്ചയാക്കാനാണ് ബി.ജെ.പിയുടെ ശ്രമം. സനാതനധർമ്മത്തെക്കുറിച്ച് നേരത്തെ DMKയുടെ പ്രസ്താവന അല്ലെങ്കിൽ നേതാവിൻ്റെ പ്രതികരണം വലിയ തോതിൽ രാഷ്ട്രീയ ചർച്ചയാക്കിയതാണ് ബി.ജെ.പി. അതിൻ്റെ തുടർച്ചയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതിനെ കൂടെ എടുത്തു വെക്കുകയാണോ എന്നുള്ളത് വരും ദിവസങ്ങളാണ് അറിയേണ്ടത്. അതോ ഷഹസാദ് പുനേവാല എല്ലാ കാര്യങ്ങളും പറയുന്ന മട്ടിൽ ഒരു പ്രതികരണം എന്ന നിലയ്ക്ക് മാത്രമേ അതിനെ കാണേണ്ടതുള്ളൂ എന്നും അറിയില്ല.